നമസ്കാരം. ഇന്ന് ഇതുവരെ സംഭവിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ചാരപ്രവർത്തനം ആരോപിച്ച് ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഇന്ത്യൻ മുൻ നാവികർക്ക് ആശ്വാസം. മലയാളി ഉൾപ്പെടെ തടവിൽ കഴിയുന്ന 8 പേരുടെയും വധശിക്ഷ തടവ് ശിക്ഷയായി ഇളവ് ചെയ്തു. അപ്പീൽ കോടതിയുടേതാണ് ഈ ഉത്തരവ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഈ വരുന്നത്. മലയാളി ഉൾപ്പെടെയുള്ള 8 പേർക്കായിരുന്നു വധശിക്ഷ വിധിച്ചത്. ഇപ്പോഴത് ജയിൽ ശിക്ഷ മാത്രമായി ചുരുക്കിയിരിക്കുന്നു, ഇളവ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ ഇടപെടൽ ഫലം കണ്ടുവെന്നാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്ത്യയുടെ നയതന്ത്ര വിജയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇന്ത്യയുടെ നാവികസേനയിലെ മുൻ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശിക്ഷാ ഇളവ് എന്നുള്ളത്. ഈ വിഷയത്തിൽ ഇവരുടെ വധശിക്ഷ സംബന്ധിച്ച് ഇന്ത്യയെ ഔദ്യോഗികമായി ഖത്തർ അറിയിച്ചത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. കഴിഞ്ഞ ഒക്ടോബർ 26-ന് ഈ അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ തന്നെ നയതന്ത്ര തലത്തിൽ പല തവണ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഖത്തറിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു. കൂടാതെ ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലും ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിന്റെ എമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഘട്ടത്തിലും ഈ വിഷയം ചർച്ചയായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അപ്പീൽ കോടതി, ഖത്തറിലെ അപ്പീൽ കോടതി 8 ഇന്ത്യക്കാരുടെയും വധശിക്ഷയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഒക്ടോബർ 26-നുള്ള വിധിയിൽ ഖത്തറിലെ കോടതി 8 പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആളുകൾക്ക് അപ്പീൽ പോലും പരിഗണിക്കുക പതിവില്ല ഖത്തറിൽ. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിന്റെ ഫലമായിക്കൊണ്ട് ഇവരുടെ അപ്പീൽ കഴിഞ്ഞ നവംബർ 9-നാണ് ഇവരുടെ അപേക്ഷകൾ സ്വീകരിച്ചത്. തുടർന്നാണ് ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായ നടപടി ഖത്തർ അപ്പീൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ അല്പസമയം മുമ്പാണ് വിധി പ്രസ്താവം പൂർത്തിയായത്. ഈ ഘട്ടത്തിൽ കോടതിയിൽ ഖത്തറിലെ ഇന്ത്യയുടെ അംബാസിഡർ, ഒപ്പം തന്നെ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥർ, കൂടാതെ നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന 8 ഉദ്യോഗസ്ഥരുടെയും മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങൾ എന്നിവർ കോടതിയിൽ ഉണ്ടായിരുന്നു. വിശദമായ വിധി പകർപ്പ് അല്പസമയത്തിനകം മാത്രമായിരിക്കും ലഭ്യമാവുക. ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ കാലയളവ് എത്രയാണ് എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല അല്ലേ ബൽറാം? ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഇവരുടെ വധശിക്ഷയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. വിശദമായ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം മാത്രമായിരിക്കും എത്രത്തോളം ഇളവ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് ജയിൽ ശിക്ഷ ഇവർക്ക് അനുഭവിക്കേണ്ടി വരിക എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരിക. അത് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ പോലും വലിയ ആശ്വാസം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. വളരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്ക് വധശിക്ഷ. എനിക്ക് തോന്നുന്നു ബൽറാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇന്ത്യയുടെ ഒരു മികച്ച നയതന്ത്ര വിജയമാണ്. മാത്രമല്ല ഖത്തറിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു രാജ്യത്തിന്റെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ ഇളവ് വരുത്തുന്നത്. അങ്ങനെ കരുതാം അല്ലേ? തീർച്ചയായും ഗോപികൃഷ്ണൻ, ഇവർക്ക് എതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങളാണ് ഏറ്റവും ഗൗരവതരം. ഖത്തറിന്റെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി എന്നതടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. അൽ ദറ എന്ന കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഇവർ ഈ ഖത്തറിന്റെ സൈന്യത്തിന് വേണ്ടി, ഖത്തർ നാവികസേനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന മുങ്ങിക്കപ്പലിന്റെ രഹസ്യങ്ങൾ ചോർത്തി ഇസ്രായേലിന് വേണ്ടി എന്നായിരുന്നു ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിരുന്ന ആരോപണം എന്നുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ആശയവിനിമയം പോലും ഇന്ത്യയുടെ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നില്ല. ശിക്ഷ വിധിച്ച ശേഷം മാത്രമാണ് ഇന്ത്യയെ ഔദ്യോഗികമായി ഇക്കാര്യം ഖത്തർ അറിയിക്കുക പോലും ഉണ്ടായത്. അതിനുശേഷം മാത്രമാണ് ഇന്ത്യക്ക് നയതന്ത്ര ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താൻ കഴിഞ്ഞത്. എങ്കിൽ പോലും ഈ നീക്കത്തിലൂടെ വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അപ്പീൽ പോലും പരിഗണിക്കപ്പെടാറില്ലാത്ത തരത്തിലുള്ള ഗുരുതര സ്വഭാവമുള്ള ഒരു കേസിൽ അപ്പീൽ പരിഗണിക്കുകയും അത് അംഗീകരിച്ചുകൊണ്ട് വധശിക്ഷയിൽ ഇളവ് വരുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ശരി. ബൽറാം, ഈ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എന്തെങ്കിലും ഔദ്യോഗികമായ വാർത്താക്കുറിപ്പോ പ്രതികരണമോ പുറത്തു വന്നിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചിയാണ് പ്രസ്താവനയിലൂടെ, 2 വരി പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് 8 ഇന്ത്യക്കാർക്കും ഖത്തറിലെ വധശിക്ഷയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ നമ്മളോടൊപ്പം ഉണ്ട്. ബൽറാം, ഞാൻ തിരിച്ചു വരാം.
മിനിസ്റ്റർ, ഇപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയമാണല്ലോ. ഖത്തറിന്റെ തന്നെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കേസിൽ ഇളവ് അനുവദിക്കപ്പെടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഈ കേസിൽ വധശിക്ഷക്ക് 8 ഇന്ത്യക്കാർ വിധിക്കപ്പെട്ട ആ വിധി വന്നത് തൊട്ട്, അതല്ലെങ്കിൽ അതിനു മുൻപ് അവരെ കസ്റ്റഡിയിലെടുത്ത ഘട്ടം തൊട്ട് ഇന്ത്യൻ എംബസിയും വിദേശകാര്യ വകുപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവരോടൊപ്പം നിൽക്കാനും അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ സജീവമായിട്ട് പങ്കാളികളായിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും ബഹുമാന്യനായിട്ടുള്ള വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, അധ്യക്ഷതയിൽ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങളുമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ന് ഈ കേസിൽ വിധി വരുന്ന ഘട്ടത്തിൽ, കോടതിയുടെ വിധി വരുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ അംബാസഡറും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവിടുത്തെ കുടുംബാംഗങ്ങളോടൊപ്പം, അവരുടെ കുടുംബങ്ങളോടൊപ്പം കോടതിയിൽ സന്നിഹിതനായിരുന്നു. ഒരു കാര്യം കൂടിയേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ തുടർന്നും ഈ ആളുകളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം വിദേശകാര്യ വകുപ്പും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരും തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനിസ്റ്റർ, ഇവരുടെ ശിക്ഷ ഇളവ് എത്ര വർഷത്തേക്കാണ് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക? ഈ കാര്യത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ വിശദാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയൂ. ശരി, വളരെയധികം നന്ദി. വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരനാണ് നമ്മളോട് പ്രതികരിച്ചത്. ചാരപ്രവർത്തനം ആരോപിച്ചാണ് ഖത്തർ കോടതി ഇന്ത്യൻ മുൻ നാവികർക്ക് വധശിക്ഷ വിധിച്ചത്. അവർക്ക് ആശ്വാസമായിരിക്കുന്നു. മലയാളി ഉൾപ്പെടെ തടവിൽ കഴിയുന്ന 8 പേരുടെയും വധശിക്ഷ തടവ് ശിക്ഷയായി ഇളവ് ചെയ്തിരിക്കുന്നു. അപ്പീൽ കോടതിയുടേതാണ് ഉത്തരവ്. ഇത് ഖത്തറിന്റെയും ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഒരു രാജ്യത്തിന്റെ നയതന്ത്ര ഇടപെടൽ മൂലം വധശിക്ഷ ഇളവ് ചെയ്യുന്ന ആദ്യ സംഭവം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമായി ഇത് പരിഗണിക്കാവുന്നതുമാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ബൽറാം, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം എന്താണ്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഖത്തറിൽ തടവിൽ കഴിയുന്ന 8 മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർക്കും വധശിക്ഷയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഖത്തറിലെ അപ്പീൽ കോടതിയാണ് ഇവർക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഈ വിധി പ്രസ്താവം കേൾക്കുന്നതിനായി ഇന്ത്യയുടെ ഖത്തറിലെ നയതന്ത്ര വക്താവ്, ഇന്ത്യൻ അംബാസഡറും ഒപ്പം തന്നെ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരും, കൂടാതെ ഈ നിലവിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങളും ഈ വിധി പ്രസ്താവം കേൾക്കാൻ അപ്പീൽ കോടതിയിൽ എത്തിയിരുന്നു എന്നും വിശദമായ വിധിക്ക് വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണമായ വിധിപ്പകർപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതുമാണ്. കൂടാതെ ഈ കേസിന്റെ ഗൗരവമുള്ള സ്വഭാവം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ കഴിയില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വിജയം തന്നെയാണ് ഈ ശിക്ഷാ ഇളവ് എന്നുള്ളത്. കാരണം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ മുൻ ഉദ്യോഗസ്ഥരാണ്. ഇതിൽ 8 പേരിൽ ഒരാൾ മലയാളിയാണ്. അയാൾ സീമൻ റാങ്കിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ്. മറ്റ് 7 പേർ എന്നുള്ളത് ഉയർന്ന റാങ്കുകളിൽ നാവികസേനയിൽ ജോലി ചെയ്തിരുന്ന കമാൻഡർ, കോമഡോർ റാങ്കുകളിൽ ജോലി ചെയ്തിരുന്നവരാണ് മറ്റ് 7 പേരും എന്നുള്ളത്. ഇവർ ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഈ ഖത്തറിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടെയാണ് ഇവരെ ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് 2022 ഓഗസ്റ്റിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് ഇവരുടെ വിചാരണയടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇവർ ഇസ്രായേലിന് വേണ്ടി ഈ ഖത്തറിന്റെ രഹസ്യങ്ങൾ, മുങ്ങിക്കപ്പലിന്റെ രഹസ്യങ്ങൾ ചോർത്തി എന്ന ആരോപണമാണ് ഇവർക്കെതിരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സൈനിക രഹസ്യം ചോർത്തിയതായതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം എന്നതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെയാണ് ഇവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകുകയും ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തത്. ഈ ഗൗരവ സ്വഭാവം പരിഗണിച്ച് ഇന്ത്യയെ പോലും ഔദ്യോഗികമായി ഇക്കാര്യം ഖത്തർ അവസാന ഘട്ടത്തിൽ ശിക്ഷ പ്രഖ്യാപിച്ച ശേഷം, കഴിഞ്ഞ ഒക്ടോബർ 26-ന് ശിക്ഷ പ്രഖ്യാപിച്ച ശേഷം മാത്രമാണ് ഔദ്യോഗികമായി അറിയിച്ചത്. തുടർന്ന് നയതന്ത്ര തലത്തിൽ തന്നെ ഇന്ത്യ ഔദ്യോഗികമായി ചർച്ചകൾ ആരംഭിച്ചു. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഖത്തർ അധികൃതരുമായി ചർച്ച നടത്തുകയും അപ്പീലിനും ഒപ്പം തന്നെ ഇവർക്ക് നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്കുമുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തു. 2 തവണ ഇത്തരത്തിൽ ഇന്ത്യൻ അംബാസിഡർ ജയിലിലെത്തി ഈ ഇന്ത്യക്കാരെ കാണുകയും ഇവരുമായി സംസാരിക്കുകയും ചെയ്തു.
ചെയ്തിരുന്നു. തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഈ കൂടിക്കാഴ്ചയിൽ അംബാസിഡറോട് ഈ തടവിലുള്ള ഇന്ത്യക്കാർ അറിയിച്ചത്. തുടർന്ന് ഇവർക്ക് ആവശ്യമായ നിയമസഹായം ഇവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയം നൽകുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുയർന്ന ചോദ്യങ്ങളോടെല്ലാം തന്നെ പൂർണ്ണമായും ഇവരുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടരുമെന്നും അതിനാവശ്യമായുള്ള നയതന്ത്ര സഹായവും നിയമസഹായവും ഇവർക്ക് ലഭ്യമാക്കും എന്നും വിദേശകാര്യ മന്ത്രാലയം ശരി ബൽറാം, ഏതായാലും ഇന്ത്യയുടെ നയതന്ത്ര വിജയം എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോൾ ഖത്തറിൽ ഈ മലയാളി ഉൾപ്പെടെയുള്ള മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ അത് ഒരു തടവ് ശിക്ഷയായി ഇളവ് ചെയ്തിരിക്കുന്നു. ഒരു നയതന്ത്ര വിജയം എന്നാണ് വിദേശകാര്യമന്ത്രി വി മുരളീധരൻ നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. നമുക്ക് ഇന്ന് സംഭവിച്ചതിൽ ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ആശയക്കുഴപ്പം രൂക്ഷമാകുന്നു. കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനമെന്നും ഇക്കാര്യം AICC അറിയിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. അഖിലേന്ത്യാ നേതൃത്വം KPCCയോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. ഇപ്പോൾ കോൺഗ്രസിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ട് കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. തീരുമാനിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, അത് അവിടെ തീരുമാനിക്കും. അത് മുരളിയോട് ചോദിക്കുക. ഞങ്ങൾ KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ KPCC അഭിപ്രായം പറയും. ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കും. ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ പാർട്ടിക്ക് സമയം വേണമെന്ന് ശശി തരൂർ MP പറഞ്ഞു. ബാബറി മസ്ജിദ് തകർത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് മതേതര കക്ഷികൾ വിട്ടുനിൽക്കണം എന്ന് VM സുധീരനും വിഷയത്തെ വൈകാരികമായി സമീപിക്കുന്നത് സംഘപരിവാറിന് സഹായകരമാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും അഭിപ്രായപ്പെട്ടു. BJPക്ക് കോൺഗ്രസിനെ കെണിയിൽപ്പെടുത്താനാകില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ബാബറി മസ്ജിദ് തകർത്ത് അവിടെ കെട്ടിപ്പടുത്ത രാമക്ഷേത്രം തീവ്ര ഹിന്ദുത്വ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കാനുള്ള ഒരു ഉപാധിയായി BJP ഈ രാമക്ഷേത്ര നിർമ്മാണത്തെയും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെയും മാറ്റുമ്പോൾ ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുത്, കയ്യോടെ തള്ളണം, അത് നിരാകരിക്കണം. അത് കോൺഗ്രസ് മാത്രമല്ല, ജനാധിപത്യ മതേതര മൂല്യം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ പങ്കെടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രശ്നത്തെ വൈകാരികമായി ഒരിക്കലും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടിയോ സങ്കുചിതമായ താല്പര്യത്തിന് വേണ്ടിയോ ആരുപയോഗിച്ചു കഴിഞ്ഞാലും അത് ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഞങ്ങളങ്ങനെ പെടുത്താൻ അങ്ങനെ BJPക്ക് പറ്റുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകൾ എല്ലാ കാര്യത്തിലുണ്ട്. ഞങ്ങളെ ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കാര്യത്തിലെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുന്നതിനോട് പാർട്ടിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. ഗാന്ധിജിയുടെ നെഞ്ചിൽ വെടിയുതിർത്തവർക്കൊപ്പം രാമൻ ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് വാർഷികത്തോടനുബന്ധിച്ച് എഴുതിയ ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറിച്ചു. ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് തമിഴ്നാട്, തെലങ്കാന, പശ്ചിമബംഗാൾ ഘടകങ്ങൾ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം യാഥാർത്ഥ്യമായ ക്ഷേത്രത്തിൽ പോകുന്നതിൽ അനൗചിത്യമില്ലെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ പ്രമോദ് പാണ്ഡെ 24നോട് പറഞ്ഞു. अभी का नहीं, मुद्दा तो बहुत दिनों से चला आ रहा है और कांग्रेस कभी इसका विरोध नहीं कर रही थी. शुरू से कांग्रेस का एक पक्ष रहा है कि कोर्ट के द्वारा आइदर कोर्ट और कन्वर्सेशन, दो ही चीज़ें थी कि कोर्ट के द्वारा इसको निपटाया जाए या बातचीत के जरिए हल से सुलझा लिया जाए. मंदिर निर्माण में कभी भी कांग्रेस की विरोध की कोई भूमिका नहीं रही, कोई वर्जन, कोई ऐसा स्टेटमेंट नहीं आया है. तो वहाँ जाने और न जाने से कोई परहेज की बात नहीं है.
ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം ചടങ്ങ് BJPയുടെ രാഷ്ട്രീയ പരിപാടിയാണെന്ന വിമർശനവുമായി രംഗത്ത് വന്നു. അയോധ്യയിലേത് BJP റാലിയാണെന്നും ആർക്കാണ് അതിൽ പങ്കെടുക്കേണ്ടതെന്നും സഞ്ജയ് റാവത്ത് പ്രതികരിച്ചു. ഇന്ത്യ മുന്നണിയിൽ CPIM-ഉം തൃണമൂൽ കോൺഗ്രസും പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതും കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. കണ്ണൂരിൽ VM സുധീരന്റെയും K സുധാകരന്റെയും പ്രതികരണം സംബന്ധിച്ച വിശദാംശങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസ്യ നൽകും. BJP ഈ അയോധ്യയിലെ പ്രതിഷ്ഠാ കർമ്മത്തിൽ വേണ്ടി സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളെ ക്ഷണിച്ചത് രാഷ്ട്രീയമായി അവരെ കുരുക്കിൽ വീഴ്ത്താനാണ്, കെണിയിൽ വീഴ്ത്താനാണെന്നുള്ള ഒരു സംശയവും ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ എവിടെയാണ് തടസ്സം? ഇത് കോൺഗ്രസിനകത്തൊരു വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുണ്ടോ? നേതാക്കൾക്ക് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവുകയാണല്ലോ. ഗോപി, തീർച്ചയായിട്ടുമാണ് ഗോപി സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിലെ ഘടകങ്ങൾക്ക് അവർക്ക് എതിരഭിപ്രായം ഈ വിഷയത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് ഗോപിക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ച് വന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന ഘടകങ്ങൾ ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ അടിയുറച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെ കോൺഗ്രസ് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംസ്ഥാന ഘടകങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഞാൻ ഉത്തർപ്രദേശിലെ ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ആദ്യത്തെ വാദം ഒരു ഘട്ടത്തിൽ പോലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായം കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരാൻ ആർക്കും സാധിക്കില്ല എന്നവർ പറയുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിന് വേണ്ടി മുൻകൈ എടുത്തവർ തങ്ങളാണ്. ക്ഷേത്രത്തിൽ അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഉദ്ഘാടനത്തിലടക്കം പങ്കെടുക്കാനായിട്ടുള്ള ഏതെങ്കിലും വിഷയം അത് ചർച്ചയ്ക്ക് വരുന്നത് പോലും ഉചിതമല്ല. തങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട് എന്നാണ് ഉത്തർപ്രദേശിലെ സംസ്ഥാന ഘടകം പറയുന്നത്. കോടതി വഴിയാണ് ഇപ്പോഴത്തെ ഈ തീർപ്പും ഒപ്പം അനുബന്ധമായ ക്ഷേത്ര നിർമ്മാണവും പൂർത്തിയായിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയൊരു വിവാദത്തിന്റെ ആവശ്യമില്ല. രാമക്ഷേത്രം അത് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന വിധത്തിൽ ആണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്നവർ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും മധ്യപ്രദേശിന്റെയും രാജസ്ഥാന്റെയും ഛത്തീസ്ഗഡിന്റെയും ഒക്കെ കാര്യമെടുത്താലും അവിടെയുള്ള സംസ്ഥാന ഘടകങ്ങൾക്ക് ഈ അഭിപ്രായമാണ് ഉള്ളത്. മാത്രമല്ല ഗോപി, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലുള്ള അത് ഈ സംസ്ഥാനങ്ങളിൽ നിന്നല്ലാത്ത ചില നേതാക്കൾക്കും ഇത്തരത്തിലുള്ള അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് വേഗത്തിൽ ഈ ഒരു നിർദ്ദേശം തള്ളിക്കളഞ്ഞാൽ അത് BJP ആഗ്രഹിക്കുന്നത് പോലെ അഥവാ അവർ ലക്ഷ്യമിട്ടതുപോലെയുള്ള ഒരു ഇടത്തേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിക്കും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണം ഒരുപക്ഷെ ഈ സാമ്പത്തിക മേഖലയിലും തൊഴിൽ മേഖലയിലും ഒക്കെയുള്ള വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നടത്താൻ പോകുന്ന പ്രക്ഷോഭങ്ങളെ ഒക്കെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരു വിഷയമായിട്ട് മാറും എന്ന് അവർ കരുതുന്നു. അതിനവർ കാരണമായിട്ട് പറയുന്നത് BJP 22-ാം തീയതി ഈ ഉദ്ഘാടനം കഴിഞ്ഞാലും അതിനനുബന്ധമായിട്ട് തുടർച്ചയായിട്ട് ഏതാണ്ട് 3 മാസത്തേക്കാണ് ഈ വിഷയത്തിൽ ദേശീയ തലത്തിൽ തന്നെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനായിട്ട്. അത് BJP നേരിട്ടല്ല, സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്താൻ പോകുന്നത്. വിശ്വാസി സംഗമം അടക്കമുള്ള കാര്യങ്ങൾ ഈ വിധത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് ആനുകൂല്യം ലഭിക്കുക BJPക്കാകും. അത് വലിയ തിരിച്ചടിക്ക് കാരണമാകും എന്നാണ് അവർ സജോ ദേവസ്യ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സജോ, ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. കോൺഗ്രസിൽ അതേസമയം K മുരളീധരനെ പോലുള്ള നേതാക്കൾ പറയുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന ഒരു നിർദ്ദേശം, ഒരു ആവശ്യം, ഒരു അഭ്യർത്ഥന ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാൻ KPCC അധ്യക്ഷൻ K സുധാകരൻ തയ്യാറാകുന്നില്ല. അയോധ്യയിലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കേരളത്തിനകത്തും അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണോ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? ഗോപികൃഷ്ണൻ, അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി വ്യക്തതയുള്ള എന്തെങ്കിലും ഒരു നിലപാട് ഈ ഘട്ടം വരെ സ്വീകരിച്ചിട്ടില്ല. അത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു, ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോ KPCC അധ്യക്ഷനോ വ്യക്തതയുള്ള എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഈ സമയം വരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ VD സതീശൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇന്ന് KPCC അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് നിലപാട് സ്വീകരിക്കേണ്ടത്, തങ്ങളോട് ചോദിച്ചാൽ അഭിപ്രായം പറയും, KPCCയുടെ നിലപാട് അറിയിക്കും, അങ്ങനെയെങ്കിൽ എന്ത് നിലപാടാകും അറിയിക്കുക എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളോട് പറയേണ്ടതില്ല, ആ കാര്യം ചോദിക്കും
ചോദിക്കുമ്പോൾ അവിടെ പറയേണ്ടടുത്ത് പറയുമെന്ന മറുപടിയാണ് KPCC അധ്യക്ഷൻ നൽകിയത്. ചുരുക്കത്തിൽ തള്ളാനും കൊള്ളാനും കഴിയാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധി സംസ്ഥാന കോൺഗ്രസ് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് അതിനടക്കം വലിയ പ്രാധാന്യമുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. ഇവിടെ ഭൂരിപക്ഷം KPCCയെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭൂരിപക്ഷം പേർക്കും ഇക്കാര്യത്തിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങിനെ BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, കേന്ദ്ര സർക്കാർ അതിനെ ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാക്കി മാറ്റുന്നു, അത് ശരിയല്ല എന്ന നിലയ്ക്ക് ഒരു പ്രചാരണം നടത്തണം, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അതിൽ K മുരളീധരനും BM സുധീരനുമാണ് ഇതിനകം അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളത്. CWC അംഗം ശശി തരൂർ ആണെങ്കിൽ തന്ത്രപരമായ ഒരു നിലപാടാണ് പ്രഖ്യാപിച്ചത്. ചുരുക്കത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്ത് നിലപാടെടുക്കും? ഹിന്ദി ഹൃദയഭൂവിലെ സംസ്ഥാന ഘടകങ്ങളുടെ നിലപാടല്ല സൗത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലടക്കം സംസ്ഥാന ഘടകങ്ങൾക്ക് ഉള്ളത്. അതേതായാലും ഒരു സമ്മർദ്ദമായി AICCക്ക് മുൻപിൽ വെക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് പ്രായോഗികമായി സാധ്യമാവുകയില്ല, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിന് പ്രായോഗികമായി സാധ്യമാവുകയുമില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ CPIM പ്രത്യേകിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരെന്തായാലും കോൺഗ്രസ് നിലപാടിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന അഭിപ്രായം അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു. സമസ്തയടക്കമുള്ള ന്യൂനപക്ഷ സംഘടനകൾ വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തു. അങ്ങനെ രാഷ്ട്രീയമായി കോൺഗ്രസ് വലിയ തോതിൽ സംസ്ഥാനത്ത് കുരുക്കിലായിരിക്കുന്നു, പ്രതിരോധത്തിലായിരിക്കുന്നു. ഇതിനെ എങ്ങനെ വിശദീകരിക്കും ജനങ്ങൾക്ക് മുൻപിൽ? പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ ജനങ്ങളോട് വിശദീകരിക്കും? പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഈ കാര്യങ്ങളെ എങ്ങനെ അവതരിപ്പിക്കും എന്നത് സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശയക്കുഴപ്പമുണ്ട്. ഈ കാര്യത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു അഭിപ്രായം AICC പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ ശ്രമിക്കാമായിരുന്നു. അതും സാധ്യമാവുകയില്ല. അങ്ങനെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ചില നേതാക്കൾ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും പ്രധാന പദവികൾ വഹിക്കുന്ന നേതാക്കൾക്ക് ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുക എന്നത് ചുരുക്കത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ മൗനം ആചരിക്കുക എന്നൊരു നിലപാടിലേക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതിൽ ചില നേതാക്കളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവർ തൽക്കാലം മൗനം ആചരിക്കുക, കാത്തിരുന്ന് ഈ വിഷയത്തെ നേരിടുക എന്നൊരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന നിലപാടിന് ഏതായാലും തൽക്കാലം ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യം വേണ്ടതുണ്ടോ എന്ന് ആലോചിക്കാം. പക്ഷേ തൽക്കാലം മൗനം ആചരിക്കുക എന്നൊരു സാഹചര്യമാണ്. ഇതിനെ ഇപ്പോൾ ഏതായാലും കേരളത്തിലും നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് സജോ ദേവസ്യയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായിരിക്കണം ഈ വിഷയത്തിലൊരു നിലപാട് എന്നതിൽ ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായത്തിനു വേണ്ടിയും തീരുമാനത്തിനു വേണ്ടിയും കേരള നേതൃത്വം കാത്തിരിക്കുന്നു എന്നാണ് K സുധാകരൻ നേരത്തെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അതേസമയം K മുരളീധരൻ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കർമ്മത്തിൽ പങ്കെടുക്കുന്നതിലുള്ള വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തുവരും. ഇപ്പോൾ നാഗ്പൂരിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. അതിലേക്ക് തത്സമയം. जैसे पहले राजा ऑर्डर देते थे, ऊपर से ऑर्डर आता है और उसका पालन करना पड़ता है, अच्छा लगे ना लगे, चॉइस नहीं होती. आपको याद होगा हमारे जो PCC प्रेसिडेंट हैं पटोले जी, ये हैं, इन्होंने प्रधानमंत्री से एक सवाल पूछ लिया था. एक सवाल पूछा था किसानों के बारे में. क्या सवाल था? तो सिर्फ एक सवाल पूछा. सवाल था GST जो आपने लगाया उसमें किसानों का क्या हिस्सा होगा. मोदी जी को सवाल अच्छा नहीं लगा, पटोले जी आउट हो गए. तो उनकी विचारधारा राजाओं की विचारधारा है, किसी की सुननी नहीं. ऑर्डर ऊपर से आएगा, आपको ऑर्डर का पालन करना पड़ेगा. कांग्रेस पार्टी में आवाज नीचे से आती है. हमारा छोटा सा छोटा कार्यकर्ता
हमारे किसी भी नेता को टोक सकता है। सही है ना? हमारे कार्यकर्ता मेरे सामने आते हैं और मुझे कहते हैं, राहुल जी ये जो आपने किया मुझे अच्छा नहीं लगा। और फिर मैं उनको समझाता हूं कि देखिए मैंने ये इस कारण किया, और मैं उनकी सुनता हूं। उनकी जो आवाज है उसका आदर करता हूं, उसका रिस्पेक्ट करता हूं। यह भी कह देता हूं कि भैया मैं आपकी बात से सहमत नहीं हूं, मगर उसकी आवाज सुनता हूं। लोग कहते हैं कांग्रेस पार्टी ने क्या किया। आजादी से पहले अगर आप इस देश में आते 500-600 राजा थे, अंग्रेज थे, राजाओं का गन सलूट होता था, किसी को 19 तोपों का सलूट होता था, किसी को 21 तोपों का सलूट होता था, मगर हिंदुस्तान की जनता को इस देश में कोई अधिकार नहीं था। कोई अधिकार नहीं था। गरीब व्यक्ति की जमीन अगर राजा को अच्छी लगी, 1 सेकंड में उसको ले जा सकता था। ये सारे के सारे अधिकार जिनकी रक्षा कॉन्स्टिट्यूशन करता है, जो अंबेडकर जी ने, गांधी जी ने, नेहरू जी ने खून पसीना देके बनाया, ये कांग्रेस पार्टी ने दिया है। और आरएसएस के लोग, बीजेपी के लोग इसके खिलाफ थे। आज झंडे के सामने खड़े हो जाते हैं, सलूट मारते हैं। सालों के लिए इन्होंने तिरंगे को सलूट नहीं मारा था। तो सारे के सारे अधिकार कॉन्स्टिट्यूशन से मिलते हैं। और राजा जो भी करना चाहता था करता था, उसके लिए कोई कानून नहीं थे। यह काम कांग्रेस पार्टी ने किया और यह हिंदुस्तान के इतिहास में, हजारों साल के इतिहास में पहली बार किया गया है। पहली बार एक हिंदुस्तानी को एक वोट दिया गया, चाहे वो दलित हो, आदिवासी हो, महिला हो, जनरल कास्ट का हो, तमिल हो, बंगाली हो, उत्तर प्रदेश का हो। हिंदुस्तान के हर नागरिक को कॉन्स्टिट्यूशन एक वोट देता है। यह कांग्रेस पार्टी ने किया। गांधी जी जेल गए, नेहरू जी जेल गए,
अंबेडकर जी ने सालों संघर्ष किया। ये कांग्रेस पार्टी ने, अंबेडकर जी ने, सबने मिलकर दिया है। हमारी विचारधारा कहती है कि देश की लगाम हिंदुस्तान की जनता के हाथ में होनी चाहिए और देश को जैसे पहले राजा चलाते थे, वैसे नहीं चलाया जाना चाहिए। हम जनशक्ति की बात करते हैं, लोक शक्ति की बात करते हैं। आप हमारे सारे के सारे कानून देखिए, आजादी की लड़ाई देश की जनता ने लड़ी थी, राजा महाराजाओं ने नहीं लड़ी थी। उनकी पार्टनरशिप थी अंग्रेजों के साथ। लोग भूल जाते हैं, लोग सोचते हैं कि आजादी की लड़ाई सिर्फ अंग्रेजों के खिलाफ थी। नहीं, अंग्रेजों की लड़ाई अंग्रेजों के खिलाफ थी और राजा महाराजाओं के भी खिलाफ थी। यह सच्चाई है। पार्टनरशिप थी राजाओं महाराजाओं की, अंग्रेजों की पार्टनरशिप थी। उसके खिलाफ कांग्रेस पार्टी लड़ी थी। किसके लिए लड़ी थी? गरीब जनता के लिए लड़ी थी। अगर आप यहां साठ 70 उससे पहले, इंडिपेंडेंस से पहले आप यहां आते, हिंदुस्तान की जनता के कोई अधिकार नहीं थे, महिलाओं के कोई अधिकार नहीं थे, दलितों को छुआ नहीं जाता था। यह आरएसएस की विचारधारा है। यह हमने बदला है और एक बार फिर यह हिंदुस्तान को वापस ले जाना चाह रहे हैं। जो आजादी से पहले था वहां हिंदुस्तान को वापस लौटा रहे हैं। कॉन्स्टिट्यूशन से, आपके वोट से अलग अलग संस्थाएं बनती हैं। ये आपकी संस्थाएं हैं, चाहे सुप्रीम कोर्ट हो, इलेक्शन कमीशन हो, ये आपकी संस्थाएं हैं। सारे के सारे इंस्टीट्यूशंस पर ये कब्जा कर रहे हैं। आप हिंदुस्तान की सारी यूनिवर्सिटी देख लीजिए, सारे के सारे वाइस चांसलर आज एक संगठन के हैं। उनको आता होता कुछ है नहीं, कुछ नहीं आता उनको। हिंदुस्तान के वाइस चांसलर आज मेरिट पे नहीं बनते हैं। हिंदुस्तान के वाइस चांसलर आज अगर एक संगठन में है, हरी क्रांति की, आईटी रेवोल्यूशन देश के युवाओं ने किया, कांग्रेस पार्टी ने मदद की, कांग्रेस पार्टी ने विजन दिया, मगर आईटी रेवोल्यूशन हमारे युवाओं ने किया। अब मैं आपसे पूछना चाहता हूं कि पिछले 10 साल में नरेंद्र मोदी जी ने कितने लोगों को रोजगार दिया है?
40 साल से सबसे ज्यादा बेरोजगारी आज है, और हिंदुस्तान के युवाओं की जो शक्ति है, करोड़ों युवाओं की जो शक्ति है, वो जाया हो रही है। आजकल हिंदुस्तान का युवा जॉब नहीं करता है। आजकल हिंदुस्तान का युवा 7-8 घंटे मोबाइल फोन पे कभी इंस्टाग्राम देखेगा, कभी फेसबुक देखेगा। ये सच्चाई है हिंदुस्तान की, और उसकी शक्ति जाया हो रही है। एक तरफ किसानों पर आक्रमण, युवाओं पर आक्रमण, और दूसरी तरफ हिंदुस्तान के 2-3 अरबपतियों को देश का पूरा धन दिया जा रहा है। यह सच्चाई है। भाइयों और बहनों, सुनिए, कुछ दिन पहले मेरे पास कुछ युवा आए, मुझे कहते हैं, राहुल जी, अग्निवीर योजना से पहले हमें आर्मी में ले लिया गया था। 1,50,000 युवाओं को हिंदुस्तान की सेना ने और एयरफोर्स ने एक्सेप्ट कर लिया था। उन्होंने फिजिकल टेस्ट पास कर दिया और एक्सेप्टेंस उनको मिल गई। 1,50,000 युवा। मोदी सरकार ने अग्निवीर योजना लागू की और 1,50,000 युवाओं को उन्होंने आर्मी में, एयरफोर्स में नहीं आने दिया। देश प्रेम की भावना थी। रो रहे थे, मेरे सामने रो रहे थे। आंसू आ रहे थे, कह रहे थे सरकार ने हमारी जिंदगी बर्बाद कर दी है, जिंदगी खत्म कर दी, हमारा मजाक उड़ाया जाता है। गांव में हमें झूठे सैनिक कहा जाता है। इतनी भी इज्जत नहीं रखी। उनको अग्निवीर योजना पे भी नहीं आने दिया। बाहर उठा के फेंक दिया। फिर कहते हैं हम देशभक्त हैं। इससे देश का फायदा नहीं होने वाला। और पूरा का पूरा फायदा, देश का धन चुने हुए लोगों के हाथ में जाता है। मैंने पार्लियामेंट में सवाल पूछा, बीजेपी के लोगों से पूछा, हिंदुस्तान को 90 लोग चलाते हैं, आईएएस के अफसर हैं, पूरे बजट को बांटते हैं। मैंने पार्लियामेंट में पूछा कि इनमें से ओबीसी कितने हैं, दलित कितने हैं, आदिवासी कितने हैं। बीजेपी के लोग चुप हो गए। ओबीसी की कम से कम 50% आबादी है, दलितों की 15% आबादी है, आदिवासियों की तकरीबन 12% आबादी है। और देखिए, जो मैंने शुरुआत में कहा, यह विचारधारा की लड़ाई है। करोड़ों लोगों को
बीजेपी की सरकार ने गरीबी में फिर से धकेल दिया है। जो काम हमने भोजन के अधिकार से, मनरेगा की मदद से किया, वो सब खत्म कर दिया इन लोगों ने। और हमें दो हिंदुस्तान नहीं चाहिए। एक हिंदुस्तान अरबपतियों का, मीडिया वालों का, सेलफोन वालों का, सपने का, उसमें कोई सच्चाई नहीं है। हिंदुस्तान के युवा सोशल मीडिया से जी नहीं सकते, कमा नहीं सकते। हिंदुस्तान के युवाओं को रोजगार की जरूरत है। यह काम नरेंद्र मोदी जी और एनडीए की सरकार नहीं कर सकती। यह काम सिर्फ इंडिया अलायंस कर सकता है, क्योंकि इस काम को करने के लिए हिंदुस्तान की जनता की आवाज को सुनना होगा, नफरत मिटानी होगी और इस देश को एक कर जोड़कर आगे जाना पड़ेगा। कन्याकुमारी से कश्मीर हम चले, 4000 किलोमीटर चले, नफरत के बाजार में मोहब्बत की दुकान हमने खोली। आप कांग्रेस पार्टी की विचारधारा समझना चाहते हो, इस लाइन से आप समझ जाओगे। सिर्फ एक लाइन की जरूरत है। अगर आपके दिल में हिंदुस्तान के लोगों के लिए मोहब्बत है, अगर आप नफरत के बाजार में मोहब्बत की दुकान खोलना चाहते हो, तो आप कांग्रेसी हो। मैं कांग्रेस पार्टी के कार्यकर्ताओं से आखिरी बात बोलना चाहता हूं। देखिए, ये जो पार्टी है, और महाराष्ट्र के कार्यकर्ताओं से खासतौर से बोलना चाहता हूं, क्योंकि आप स्पेशल हो। मैं महाराष्ट्र में चला, मैं जब भारत जोड़ो यात्रा में चल रहा था, जैसे ही मैं महाराष्ट्र के अंदर आया, मैंने सोचा कि देखो, ये कांग्रेस की जमीन है, ये कांग्रेसियों की जमीन है। इस जमीन में लोगों को कांग्रेस की विचारधारा बिना समझाए समझ आ जाती है। और अगर हमारी लड़ाई शुरू हुई तो महाराष्ट्र से हुई थी, इसलिए हम यहां नागपुर में आए हैं आपसे बात करने।